ഓക്കെ. ഈ 2024 CGL ചോദിച്ചിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ റേസിനെ ബേസ് ചെയ്ത് ചോദിച്ചിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. വരുണും സന്ദീപും അവര് ഒരു കാർ റേസിന് സെയിം പോയിന്റിൽ നിന്ന് സെയിം ടൈം സെയിം ഡയറക്ഷൻ ഓക്കെ സ്റ്റാർട്ട് ചെയ്ത് സർക്കുലർ ട്രാക്കിലാണ്. സർക്കുലർ ട്രാക്കിന്റെ ലെങ്ത് 1635. സ്പീഡ് എന്ന് പറയുമ്പോൾ 90 km/h, 108 km/h. Then how much time in second will they meet at the first time? ശ്രദ്ധിക്കേണ്ട കേസ് ഇവിടെ km/h, ഇവിടെയും km/h, ഇത് മീറ്ററിലാണ്. നമുക്ക് വേണ്ട ഫൈനൽ ആൻസർ സെക്കൻഡിലാണ്. അപ്പോൾ നമ്മളിത് ചെയ്യുമ്പോൾ മീറ്റർ പെർ സെക്കൻഡിലോട്ട് ആക്കിയിട്ട് ചെയ്യണം. ഓക്കെ, നമുക്കറിയാം ഫസ്റ്റ് ടൈം മീറ്റ് ചെയ്യുന്ന കേസ് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ലെങ്ത് ഡിവൈഡ് ബൈ റിലേറ്റീവ് സ്പീഡ് എടുത്താൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ടൈം കിട്ടാനായിട്ട്. ആ ഒരു പ്രൊസീജിയറാണ് ഞാൻ ഇവിടെയും ചെയ്യാൻ പോകുന്നത്. 1635 ട്രാക്കിന്റെ ലെങ്ത്. ഓക്കെ, ആ ഇതിന്റെ ബാക്കി വീഡിയോസ് കണ്ടിട്ടില്ലെങ്കിൽ അത് പോയി കാണുന്നത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഞാനാണെങ്കിൽ റിലേറ്റീവ് സ്പീഡ് എടുത്തിട്ട് അതിനെ മീറ്റർ പെർ സെക്കൻഡിലോട്ട് കൺവേർട്ട് ചെയ്യാനാണ് വിചാരിക്കുന്നത്. കാരണം ഇൻഡിവിജ്വലി അതെടുത്ത് ചെയ്യുന്നതിനേക്കാൾ നല്ലത്. അതായത് 108നെയും 90നെയും സെപ്പറേറ്റ് ചെയ്ത് നമ്മൾ മീറ്റർ പെർ സെക്കൻഡിലോട്ട് ആക്കിയിട്ട് പിന്നെ കുറയ്ക്കുന്നതിനേക്കാളും നല്ലത് അത് കുറച്ച് കഴിഞ്ഞിട്ട് മീറ്റർ പെർ സെക്കൻഡിലോട്ട് കൺവേർട്ട് ചെയ്യണം. അതായിരിക്കും കുറച്ചുകൂടി ഈസി ആയിട്ട് വരുന്നത്. അപ്പൊ 1635 ഡിവൈഡഡ് ബൈ ഇത് 18 ഇൻറ്റു 5/8. 5/8 എന്തിനാ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ മീറ്റർ പെർ സെക്കൻഡിലോട്ട് കൺവേർട്ട് ചെയ്യണം. ഇത് തമ്മിൽ കട്ട് ചെയ്ത് പോകും. ബാക്കി പോയിട്ട് 16ൽ 3 പ്രാവശ്യം പോകും. 15 പോയിട്ട് 13 വരെ പോകും. അതിന് 2 പ്രാവശ്യം പോകും. പിന്നെ 7. അപ്പോൾ 327 സെക്കൻഡ് ആയിരിക്കും ഈ ഒരു ക്വസ്റ്റ്യന് അതിന് ആൻസർ ആയിട്ട് വരുന്നത്. അപ്പോൾ ഫസ്റ്റ് ടൈം മീറ്റിംഗ്, സ്റ്റാർട്ടിംഗ് പോയിന്റിൽ മീറ്റിംഗ്, പിന്നെ എല്ലാം യൂസ് ചെയ്തിട്ടുള്ള വീഡിയോസ് നമ്മുടെ ചാനലിൽ തന്നെ കിടപ്പുണ്ട്. അത് ജസ്റ്റ് പോയി കണ്ടു കഴിഞ്ഞ് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ട് വരും.